ചേച്ചി മറ്റൊരു കാര്യം ഇപ്പം സ്റ്റാർ മാജിക്കിൽ ഇപ്പം ഇവരെല്ലാവരും കോൺടാക്ട് ചെയ്യാറുണ്ട് ഇപ്പം ആ പണ്ടത്തെ പോലെ? എല്ലാവരും കോൺടാക്ട് ചെയ്യാറില്ല. ഓൾറെഡി ഉള്ളവർ ലക്ഷ്മി കഴിഞ്ഞ ദിവസം സൂചാണ്ട ആണ്ടിൻ്റെ അന്ന് തലേന്ന് വൈകിട്ട് ഞങ്ങൾ മെസ്സേജ് അയച്ച് സംസാരിച്ചായിരുന്നു. നന്നായി എന്നോട് ലക്ഷ്മി പറഞ്ഞൊരു വാക്ക് ഇത്രയേ ഉള്ളൂ, ചിന്നു പറഞ്ഞ വാക്കാണ്, എപ്പോഴും നല്ല ബിസി ആവട്ടെ, നന്നായി വരട്ടെ, രേണു ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. പ്രാർത്ഥിക്കുന്നുണ്ട്, സൂചാണ്ടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് ലക്ഷ്മി ഞാനും ലാസ്റ്റ് സംസാരിച്ചത്. അതുപോലെ ഈ 5-ാം തീയതി സംസാരിച്ചാണ്, 4-ാം തീയതി വൈകിട്ട്. അതുപോലെ അനുമോള് കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, അതിന് മുന്നേ സംസാരിച്ചായിരുന്നു. ഇടയ്ക്ക് ടീം മെസ്സേജ് അയക്കുമായിരുന്നു, ശ്രീവിദ്യ മുല്ലശ്ശേരി, അങ്ങനെ കുറച്ച് പേരൊക്കെ മെസ്സേജ് അയക്കും. അത് നേരത്തെ അയക്കുന്നവരൊക്കെ തന്നെ ഇപ്പോഴും വല്ലപ്പോഴൊക്കെ മെസ്സേജ് അയക്കും. ഇപ്പൊ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടു അനുമോൾ അടുത്ത് നിൽക്കുന്ന സമയത്ത് ചേച്ചി ഇങ്ങനെ മൈൻഡ് ചെയ്യുന്നില്ല, അങ്ങനെ മൈൻഡ് ചെയ്തില്ല. എന്നിട്ട് അവളോട് സംസാരിച്ചല്ലോ, ഞാൻ എന്തിനാ മൈൻഡ് ചെയ്തിരിക്കുന്നത്? എനിക്ക് ഒന്നാമത് വയ്യായിരുന്നു, എനിക്ക് സുഖമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോഴും ഹോസ്പിറ്റലിൽ 5 ദിവസമായിട്ട് ആന്റിബയോട്ടിക്സ് കഴിച്ചോണ്ടിരിക്കും. അന്ന് എനിക്ക് സുഖമില്ലായിരുന്നു, എനിക്ക് ട്രെയിനിൽ നിന്ന് വീണെൻ്റെ നടുവേന. അപ്പോൾ ആ പട്ടാമ്പിന്ന് ഞാൻ നേരെ വന്ന് ട്രിവാൻഡ്രത്ത് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുമായിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു. അനുമോളെ എന്തിനാണ് ഞാൻ മൈൻഡ് ചെയ്യാണ്ടിരിക്കേണ്ടത്? അവള് സുധിച്ചേട്ടൻ്റെ അനിയത്തിയാണ്, എൻ്റെ അനിയത്തിയാണ്. എന്നെ ചേച്ചിന്ന് വിളിച്ചാൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത്. ഞാൻ അവളെ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് മൈൻഡ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണ്? അതിൻ്റെ ആവശ്യം എനിക്കില്ല.